നമസ്കാരം ടീച്ചർമാരെ. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വാക്സിനേഷൻ ഡിഫറെൻറ്റ് കാറ്റഗറീസ് PMA LM 0-6 6-3 3-6 എങ്ങനെ പോർഷൻ ട്രാക്കറിൽ ചെയ്യാമെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പോർഷൻ ട്രാക്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് ബെനിഫിഷ്യറീസിൽ പോവാം. ബെനിഫിഷ്യറീസിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു PMൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. വാക്സിനേഷൻ്റെ എടുത്തു. അപ്പോൾ അതിൽ 2 PM വന്നു. അതിൽ മുംതാസ് ആളുടെ ഡീറ്റെയിൽസാണ് ഈ കിടക്കുന്നത്. ആളുടെ TD1 TD2 ഡേറ്റ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കി നോക്കാം. ഓൾറെഡി ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റായിട്ട് മേടിച്ച് വെക്കണം. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് തെറ്റാതെ അടിക്കുകയും ചെയ്യണം. പിന്നെ അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് 3 മാസം വരെയുള്ളത് മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഡേറ്റ്, അല്ലാതെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രകാരം നമുക്ക് ചെയ്ത് നോക്കാം. PMന് വരുന്നത് 2 കാര്യങ്ങളാണ്. TD1 TD2 പിന്നെ TD2 ബൂസ്റ്ററുമാണ്. ഇവിടെ താഴെ കണ്ടോ, ഇവിടെ ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് അവിടെ തൊടുന്ന സമയത്ത് TD1 TD2 TD ബൂസ്റ്റർ ഉണ്ട്. അപ്പോൾ TD1 നമ്മൾ ഓൾറെഡി നമുക്കറിയാം, ഇതിൽ ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് കറക്റ്റ് തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് മാക്സിമം ഈ നമ്മൾ ഡേറ്റിൽ നിന്ന് ലാസ്റ്റ് 3 മാസത്തിലെ ഡേറ്റിൽ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കറക്റ്റായി കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗിവൺ എന്ന് വന്നിട്ട് കിടക്കും. അതേപോലെ TD2 കൊടുത്തിട്ടുണ്ടെങ്കിൽ, പൊതുവേ നമ്മുടെ അവിടെ TD1 TD2 ആണ് എല്ലാവരും എടുക്കാറ്. അപ്പോൾ TD1 TD2 കറക്റ്റ് തെറ്റാതെ അടിക്കുക. ബൂസ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അത് എടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ, എടുത്തിട്ടുണ്ടെങ്കിൽ അതും കറക്റ്റ് തെറ്റാതെ അടിക്കുക. 2 അടിച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് ഗിവൺ തന്നെ TD1 TD2. ഇത് കഴിഞ്ഞാൽ ഓൾറെഡി ഈ PMൻ്റെ വാക്സിനേഷൻ്റെ എൻട്രി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ എല്ലാ നിങ്ങളുടെ ബെനിഫിഷ്യറീസിൻ്റെ എല്ലാവരും ഡാറ്റ നിങ്ങൾക്ക് MCP കാർഡും കാര്യങ്ങളും അതേപോലെ വാക്സിനേഷൻ ഡീറ്റെയിൽസിനും കാർഡൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അതൊക്കെ മേടിച്ചിട്ട് കറക്റ്റ് തെറ്റാതെ ചെയ്യുക. ഇതിപ്പോൾ PMൻ്റെ കേസാണ് നമ്മൾ നോക്കിയത്. ഇതേപോലെ തന്നെ നമ്മൾ 0-6 നമ്മളൊരു കുട്ടിയുടെ നോക്കുകയാണ്. ആ കുട്ടിയുടെ വാക്സിനേഷൻ കൊടുത്ത ഡീറ്റെയിൽസാണ്. അപ്പോൾ അതിൽ കാണാം നമുക്ക് ജനിച്ചു കഴിഞ്ഞ OPV0, അതേപോലെ പെൻഡിങ്, അതേപോലെ BCG ഒക്കെ കൊടുക്കുന്ന ഡീറ്റെയിൽസാണ്. അപ്പോൾ ഈ ഡേറ്റൊക്കെ തന്നെയാണ് പറ്റുമോ നോക്കുക. 3 മാസത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് പറ്റും, അല്ലാത്ത പറ്റില്ല. അതേപോലെ PU1 പെൻഡ1 അതേപോലെ IPV1 റോട്ട PC അങ്ങനെ ഓരോന്നും ഉണ്ടാവില്ല. PCV1 അങ്ങനെ ഓരോന്നും കൊടുത്തത് ഏതാണോ കറക്റ്റായിട്ട് ആ കൊടുത്തത് ഇതിലുണ്ടാവും. അത് 3 മാസത്തിനുള്ളിലാണെങ്കിലേ പറ്റുള്ളൂ. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. നമുക്ക് എൻ്റർ ചെയ്ത് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് സൈഡത്തെ 3 അമർത്തുന്നുണ്ടോ, ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് അത് അമർത്തുക. അവരുടെ സമയത്ത് കുറേ എണ്ണം വരും. കാരണം 0-6 ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ വരും. അപ്പോൾ നമുക്ക് പറ്റുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഒരു ഇതെല്ലാം ഓവർ ഡ്യൂ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം അതിൽ ആദ്യത്തൊന്നും ചിലപ്പോൾ പറ്റണമെന്നില്ല. കാരണം 3 മാസത്തിനുള്ളിൽ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റില്ല. നമുക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഓരോന്നും എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും. ആ ഓവർ ഡ്യൂ നോക്കിയിട്ട് ഇവിടെ കലണ്ടറിൻ്റെ ഇതിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എത്രാം തീയതി വരെ കറക്റ്റ് 3 മാസം ബാക്കിലേക്കേ പറ്റുള്ളൂ. ഏതാണ്ട് മാർച്ച് ആ ഒരു ടൈമിലേക്കേ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്കറിയാതെ ഡേറ്റ് വേറെയാണ്. അതിനുള്ള അല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്നത് മാക്സിമം ചെയ്തിട്ട് ഏതൊക്കെയാണോ പറ്റുന്നത് അതിൻ്റെ എൻട്രി വരുത്താൻ നോക്കുക. പറ്റാത്തത് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുന്നതിൻ്റെ എൻട്രി ഇപ്പോൾ ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് ഇതേപോലെ ലാസ്റ്റ് 3 മാസം എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് വേറൊരു സമയത്ത് ഇതിനേക്കാളും മുമ്പാണ്. അപ്പോൾ ആ സമയം ജനുവരി സമയത്തൊക്കെ വരുന്നത് നമുക്കിപ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം മാർച്ച് ഒരു അവസാനത്തേക്കൊക്കെ ആയിട്ടേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത് 18-ാം തീയതിയാണ് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കണക്കാണ് ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇനി ദിവസം കൂടുന്തോറും അതിന് ഡിലേ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. FRSും EKYCയും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പറ്റുന്ന സമയത്ത് ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇത് എൻ്റർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം കറക്റ്റ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാൻ മാത്രമേ വേണ്ടൂ. നമുക്ക് പറ്റുന്ന നോക്കുക. പറ്റുന്നതാണെങ്കിൽ എൻ്റർ ചെയ്യുക. പറ്റാത്തതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അധികം ഈ തുടക്കത്തിലത്തെ നമ്മളിപ്പോൾ കുറച്ച് 0-6 തന്നെ കുറച്ച് ആയ ആൾക്കാരുടെയൊക്കെ കുറച്ച് പഴക്കമുള്ളതൊക്കെ വെച്ചാൽ മാർച്ച് അവസാനത്തിന് മുമ്പുള്ള ഡേറ്റ് ഉള്ളവരൊക്കെ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവർ നോക്കണ്ട. കാരണം അവസാനത്തെ 3 മാസത്തെ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത പറ്റില്ല. അപ്പോൾ അങ്ങനെ പറ്റുന്നത് എൻ്റർ ചെയ്യുക, പറ്റാത്തത് നിങ്ങൾ എൻ്റർ ചെയ്യണം. ഇപ്പോൾ ഈ റോട്ട വൈറസ് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഡേറ്റ് നമുക്കറിയാം. നമ്മൾ വാക്സിനേഷൻ എടുത്ത കാർഡിൽ കണ്ടിരുന്നല്ലോ. ആ കറക്റ്റ് കാർഡ് എന്നാണോ 30/4/2020 കറക്റ്റ് എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഗിവൺ എന്ന് പറഞ്ഞിട്ട് വരും. നമ്മൾ എൻ്റർ ചെയ്തതിന് അവിടെ ഗിവൺ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതേപോലെ നമുക്ക് പറ്റുന്നത്, അതായത് നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ ആ വാക്സിനേഷൻ കാർഡ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് അറിയാം. ഇതൊക്കെ 30 ഏപ്രിൽ തന്നെയാണ് CP1 കൊടുത്തിരിക്കണം. അതും എൻ്റർ ചെയ്യാൻ ഓരോന്നും നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഡേറ്റ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇതിൽ ഓരോന്നും നോക്കുക. ചിലതൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും, ചിലതൊക്കെ ഇവിടെ നമ്മളങ്ങനെ കൊടുക്കാത്ത ചിലർ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഏതൊക്കെയാണോ സ്വീകരിച്ചത് അതൊക്കെ വാക്സിനേഷൻ കാർഡിലുണ്ടാവും. അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് കൊടുത്തതൊക്കെ കറക്റ്റായിട്ട് തെറ്റാതെ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇതിൽ ഓവർ ഡ്യൂവിലുള്ളതിൽ നമ്മൾ കൊടുത്തത് ഏതെങ്കിലും ഉണ്ട്, അത് നമ്മുടെ ആ ടൈം ഉള്ളിലുള്ളതാണെന്നുണ്ടെങ്കിൽ അത് വാക്സിനേഷൻ കാർഡിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞാൽ അവർ കൊടുത്ത എന്താണോ കറക്റ്റ് ഡാറ്റ
തെറ്റാതെ അടിക്കാൻ നോക്കുക. ഇത് നിങ്ങളുടെ കാറ്റഗറിയിലെ PM എല്ലാ കാറ്റഗറീസിലും ബാധകമാണ് വാക്സിനേഷൻ എടുത്തത്. ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ്റെ ഒക്കെ വരിക 0 to 6 കാറ്റഗറിയിലാണ്. PM ആകെ 3 നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അത് അടിച്ചാൽ മതി. 0 to 6 കാറ്റഗറിയിൽ അത്യാവശ്യം കുറേ വാക്സിനേഷൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ആ വാക്സിനേഷൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് പറ്റുന്നതാണെങ്കിൽ എല്ലാം അടിക്കണം. അതേപോലെ തന്നെ ഇതിനേക്കാളും കുറച്ച് കുറവായിരിക്കും 6 to 3, 3 to 6 വളരെ കുറവായിരിക്കും. അപ്പോൾ അതേപോലെ കറക്റ്റായിട്ട് അടിക്കുക. നമ്മളിപ്പോൾ അത്യാവശ്യം അങ്ങനെ ഓരോന്നും എടുത്ത് നമ്മൾ കറക്റ്റ് നോക്കുക, പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തെറ്റാതെ ഏതാണോ നമുക്കിപ്പോൾ അടിക്കേണ്ടത് കറക്റ്റായിട്ട് തെറ്റാതെ അടിക്കുക. പറ്റാത്തതാണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല, അത് വിട്ടേക്കുക. പറ്റുന്നത് എല്ലാതും കറക്റ്റ് തെറ്റാതെ അടിക്കുകയും ചെയ്യുക, എല്ലാം എൻട്രി ചെയ്യുകയും ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഇതിപ്പോൾ ഏതാണ്ട് നമ്മൾ അടിച്ചിങ്ങനെ പോകുന്നുണ്ട്. എല്ലാം നമുക്ക് പെൻറ്റാ 1 അതേപോലെ പെൻറ്റാ 0 ഒന്നും പറ്റില്ല, അത് അടിച്ചു കൊടുക്കുക. അതേപോലെ OPV2 ഏതൊക്കെയാണ് നമുക്ക് പറ്റുന്നത് ആ ഒരു ടൈം വരുന്നത് അത് കറക്റ്റായിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കുക. എല്ലാം അടിച്ചു കൊടുത്ത് നമ്മളെല്ലാം നോക്കണം, അവസാനം വരെ നോക്കണം. നമുക്ക് പറ്റുന്നത് എല്ലാതും കറക്റ്റായിട്ട് അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. ഈ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ കറക്റ്റ് ഗിവണെന്നും വരും, ആ ഡേറ്റും അവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുത്തതിൻ്റെ. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് അടിച്ചു ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ നമുക്കുള്ളതൊക്കെ നമ്മളെല്ലാം എൻ്റർ ചെയ്തു. ഇത് നമുക്ക് ബാക്കിൽ പോവുക. ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഒരു ബെനിഫിഷ്യറി എടുത്തത് 0 to 6, നമ്മൾ 0 to 6ൻ്റെ വേറെ എക്സാമ്പിളും കൂടി നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തത് ഈ കുട്ടിയുടെയാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ആ കുട്ടിയുടെ കാർഡ് ഇതാണ്. ഈ കുട്ടി ഇപ്പോൾ ജനിച്ചിട്ട് അധികം മാസമായിട്ടില്ല. അപ്പോൾ ആദ്യത്തെ വാക്സിനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് പ്രകാരം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വാക്സിനേഷൻ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്, നമുക്ക് സൂം ചെയ്ത് നോക്കി നോക്കാം. 7/5/25 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അധികമായിട്ടില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അത് കൊടുക്കുക. അപ്പോൾ ആ ബെനിഫിഷ്യറി ഇതേപോലെ സൈഡത്തെ 3 കുത്തമർത്തുക. സൈഡത്തെ 3 കുത്തമർത്തിയിട്ട് വാക്സിനേഷൻ ഡീറ്റെയിൽസ്, ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് അമർത്തുക. ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് അമർത്തിക്കാൻ ഇതേപോലെ വരും. ആദ്യത്തെ 2 മാത്രമേ ഓവർഡ്യൂ ആയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കൊടുക്കും ചെയ്താണ് നമുക്കപ്പോൾ അത് OPV0 അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും നമുക്കിപ്പോൾ രേഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതൊന്നുമില്ല, ഓവർഡ്യൂവിൽ അമർത്തുക. ഓവർഡ്യൂവിൽ അമർത്തി കഴിഞ്ഞാൽ ആ സൈഡിൽ നമ്മൾ സാധാരണ നമ്മൾ ഡേറ്റൊക്കെ സെലക്ട് ചെയ്യുന്ന നേരത്തെ അതേപോലെ തന്നെ ഡേറ്റൊക്കെ സെലക്ട് ചെയ്യാൻ വരും. അവിടെ കറക്റ്റായിട്ട് തൊട്ടിട്ട് കലണ്ടർ തൊട്ടിട്ട് നമുക്ക് ഓരോന്നും കറക്റ്റായി തെറ്റാതെ രേഖപ്പെടുത്താം. ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഡേറ്റ് രേഖപ്പെടുത്തുക, ഓക്കെ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. കറക്റ്റ് എന്നാണോ വരുന്നത് തെറ്റാതെ നിങ്ങൾ വാക്സിനേഷൻ കാർഡിൽ എന്നാണോ ഡേറ്റ് വരുന്നത് ആ കറക്റ്റ് ആ ഡേറ്റ് തന്നെ രേഖപ്പെടുത്തിയിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് അവിടെ ഗിവണെന്നും വരും, അതേപോലെ തന്നെ ആ ഡേറ്റും വരും. നമ്മൾ എന്നാണോ രേഖപ്പെടുത്തിയ ആ ഡേറ്റും വരും. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അവിടെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ അവിടെ ഓവർഡ്യൂവിൻ്റെ അവിടെ തൊടുക. എന്നിട്ട് ആ കറക്റ്റ് ഡേറ്റ് അതും എല്ലാം തെറ്റാതെ അടിക്കണം. നിങ്ങളുടെ വാക്സിനേഷൻ കാർഡിൽ ഏതാണോ കറക്റ്റ് തെറ്റാതെ കറക്റ്റ് അടിക്കുക, സബ്മിറ്റ് ചെയ്യുക. അതിൽ സബ്മിറ്റ് അയക്കാൻ അവിടെ ഗിവണെന്ന് വരും. ഇനി ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏതാണ് നോക്കി നോക്കുക. നമ്മൾ ഓൾറെഡി കൊടുത്തത് BCG കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് അപ്കമിങ്ങിൽ കിടക്കുന്നതുകൊണ്ട് അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് വരുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ബാക്ക് അടിക്കുക. നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് നമുക്ക് നോക്കേണ്ടത് അടുത്തത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ 6 to 3 ആണ്. 6 to 3 ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ബെനിഫിഷ്യറിയുടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യുക. വാക്സിനേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആളുടെ വാക്സിനേഷൻ്റെ കാർഡ് നോക്കി. ഇതിപ്പോൾ ആ കുട്ടിക്ക് എല്ലാ വാക്സിനേഷനും ആയിട്ടുണ്ട്, അത് മൊത്തം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ഡേറ്റ് ഉള്ളതിൽ നമുക്ക് ഏതൊക്കെയാണോ 3 മാസത്തിനുള്ളിലുള്ളത് നമുക്കവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ബെനിഫിഷ്യറിയുടെ സൈഡത്തെ 3 കുത്തമർത്തുക. സൈഡത്തെ 3 കുത്തമർത്തിക്കാൻ ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് എല്ലാത്തിലും ഈ സെയിം പ്രോസസ് തന്നെയാണ് എടുക്കുക. അപ്പോൾ അതിൽ അവർക്ക് ഏതൊക്കെ വാക്സിനേഷനാണ് ഫുൾ ഇതുണ്ടായിരിക്കും. അതിൽ നമ്മൾ ഏതൊക്കെയാണോ കൊടുക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ അതിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഏതാണോ കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക, കൊടുത്താൽ കാണും. ഇപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട് 0 to 6 നിങ്ങൾക്ക് ടീച്ചേഴ്സിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഏതൊക്കെയാണോ കറക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് പറ്റുന്നതാണ്. 3 മാസത്തിനുള്ളിൽ ഉള്ളത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് ആലോചിച്ചിട്ട് അതിനുള്ളിൽ വരുന്ന എല്ലാതിൻ്റെ എൻട്രി വരുത്തുക. നമുക്ക് പറ്റുന്നതെല്ലാം എൻട്രി വരുത്തുക, പറ്റാത്തത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഓവർവ്യൂവിൽ നമുക്ക് ഓൾറെഡി കൊടുക്കാൻ പറ്റുന്നതൊക്കെ എൻട്രി ചെയ്യുക. പറ്റാത്തത് ഇപ്പോൾ പറ്റില്ല, ഓൾറെഡി 3 മാസത്തിന് ബാക്കിലുള്ള ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കറൻ്റ്ലി എല്ലാതും കൊടുക്കണം എന്നില്ല, ഏതൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് നമ്മുടെ അവിടെ എല്ലാവരും എല്ലാം സ്വീകരിച്ചുകൊള്ളണമെന്നില്ല. സ്വീകരിച്ചത് ഏതൊക്കെയാണോ അത് കറക്റ്റായിട്ട് തെറ്റാതെ രേഖപ്പെടുത്തുക. ഇങ്ങനെ തന്നെയാണ് ഓരോ കാറ്റഗറി നമ്മൾ ചെയ്യേണ്ടത്. അതായത് PM 0 to 6 LM അതേപോലെ 3 to 6 എല്ലാതും ഇങ്ങനെ കറക്റ്റായിട്ട് തെറ്റാതെ രേഖപ്പെടുത്തുക. ഇതെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വാക്സിനേഷൻ എൻട്രി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകും. നമുക്കത് എൻട്രി ചെയ്തതിന് ശേഷം ബാക്കിൽ പോവാം. ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം കുറച്ചെണ്ണൊക്കെ നോക്കി ഇതേപോലെ നിങ്ങളെല്ലാവരുടെയും ഇങ്ങനെ എൻട്രി ചെയ്തൊക്കെ നമ്മളിങ്ങനെ എൻട്രി ചെയ്തൊക്കെ അതിൽ കറക്റ്റായി കിടക്കണ്ടേ നോക്കുകയാണെങ്കിൽ PM എടുക്കുക, സൈഡത്തെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ കാണാം ഗിവൺ എന്ന് പറഞ്ഞിട്ട് കണ്ടോ. അപ്പോൾ ആ എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓരോ കാറ്റഗറി എടുത്ത് നോക്കിയാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും നിങ്ങൾ എൻട്രി ചെയ്തത് അവിടെ കറക്റ്റായിട്ട് ഗിവൺ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും വിത്ത് ഡേറ്റ്.
ഇതിന് പുറമെ നമ്മൾ 0-6 കാറ്റഗറിയിലത്തെ കുട്ടികളുടെയാണ് കൊടുത്തിരുന്നത്. അവർ നോക്കി നോക്കുക, അത് 2 കുട്ടികളുടെ നമുക്ക് ഓരോന്നും എടുത്ത് നോക്കുക. സൈഡത്തെ 3 കുട്ടികൾ ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് അടിച്ച് നമ്മൾ എൻട്രി ഇതെല്ലാം കാണും. നമ്മൾ ഓൾറെഡി കൊടുത്തത്, അപ്പോൾ നമ്മൾ കൊടുത്തതിൻ്റെയൊക്കെ ഗിവൺ എന്നുള്ളതിൽ കാണാൻ പറ്റും. വേറൊരു കുട്ടിയുടെയും കൂടി ചെയ്തിരുന്നു. അത് നമുക്ക് ഇതേപോലെ ബാക്ക് അടിച്ചിട്ട് ആളുടെയും ഡീറ്റെയിൽസ് നമ്മൾ വന്നിട്ടില്ലേ നോക്കി നോക്കുക. വരും, അത് നമുക്കത് മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടി എടുക്കണമെന്നേ ഉള്ളൂ. നോക്കുന്ന സമയത്ത് കണ്ടോ നമ്മൾ അടിച്ചതൊക്കെ ഗിവൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിലതൊന്നും പറ്റാത്തുണ്ടല്ലോ, അതൊക്കെ ഓവർ ഡ്യൂ ആയി കിടക്കേണ്ട, അത് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ എൻട്രി വരുത്തിയിടുക. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 3 മാസത്തിനുള്ളിൽ ദിവസം പോകുന്നതോറും നിങ്ങൾ കണക്കാക്കുക. ഏതാണ്ട് ഒരു 3 മാസം ബാക്കിലേക്കേ പറ്റുള്ളൂ. ഏതാണ്ട് ഒരു മാർച്ച് അവസാനം വരെയുള്ള ഇപ്പോൾ ചെയ്യുമ്പോൾ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് വാക്സിനേഷൻ്റെ എല്ലാവരും എൻട്രി വരുത്തുക. ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത് 6-3 ഒരു കുട്ടിയുടെ നമ്മൾ ചെയ്തിരുന്നു. അതും ഇതേപോലെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ആ കുട്ടിയുടെ എടുത്തിട്ട് വാക്സിനേഷൻ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ആളുടെയും ഇതേപോലെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അടുത്തത് 3 ഡോട്ട് അമർത്തിട്ട് ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുത്തതൊക്കെ ഉണ്ടോ ഗിവൺ നടക്കുന്നുണ്ട്. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വിട്ടോളൂ. നിങ്ങൾ ഓൾറെഡി ആ ബെനിഫിഷ്യൽ വാക്സിനേഷൻ്റെ കാർഡിൽ ഏതൊക്കെയാണോ രേഖപ്പെടുത്തിയത് അതൊക്കെ കറക്റ്റ് തെറ്റാതെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വാക്സിനേഷനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപ്രകാരം എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. അതായത് നമുക്ക് 3 എണ്ണമാണ് വരിക, ഡ്യൂവും ഓവർ ഡ്യൂ അതേപോലെ കംപ്ലീറ്റഡും അപ്കമിങ് ആണ്. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് 3 മാസത്തേക്കുള്ള ആക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പറ്റുന്നത് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് ആ പറ്റുന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി പറ്റാത്തത് ഇനി ചെയ്യാൻ പറ്റില്ല, അത് കുഴപ്പമില്ല. പറ്റുന്ന എന്തായാലും എല്ലാവരും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്